വെൽക്കം ടു ഓഗി ഡയറീസ്. ഇന്ന് നമുക്ക് കുറച്ച് ബോർഡർ ഐഡിയാസ് നോക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്, നമുക്കിനി അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇനി ചുമ്മാ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാതെ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് അസൈൻമെൻറ്റ് എഴുതി ടീച്ചേഴ്സിനെയൊക്കെ ഇംപ്രസ് ചെയ്യിക്കാൻ. ഫസ്റ്റ് ബോർഡർ ഐഡിയ ഇതേപോലെ ഒന്ന് വരച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബോർഡർ ഐഡിയ പേപ്പറിൻ്റെ 2 കോർണറായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കണം. ഇട്ട ലൈനിൻ്റെ പുറത്ത് കൂടെ ഇഷ്ടപ്പെട്ട ഒരു കളർ ഉപയോഗിച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇനി മിച്ചം കിടക്കുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനെ കളർ ചെയ്തെടുത്താൽ നമ്മുടെ സെക്കൻഡ് ബോർഡർ ഐഡിയ റെഡി ആയിട്ടുണ്ട്. ഐഡിയ നമ്പർ 3 വളരെ സിമ്പിളാണ്. പേപ്പറിന് ചുറ്റും കുഞ്ഞിതും വലുതുമായിട്ടുള്ള കുറച്ച് സർക്കിൾസ് ഇട്ട് കൊടുക്കണം. അതിലിഷ്ടമുള്ള കളറൊക്കെ കൊടുത്തൊന്ന് കളറാക്കി എടുക്കണം. ഐഡിയ നമ്പർ 4 പേപ്പറിന് ചുറ്റും ഗ്യാപ്പ് ഇട്ട് കുഞ്ഞിൽ ലവ് വരച്ചു കൊടുക്കണം. എന്നിട്ട് ആ ലവൊക്കെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ട് ലവിൻ്റെ നടുക്ക് കൂടെ ലൈൻസും കൂടെ വരച്ചു കൊടുക്കാം. ഐഡിയ നമ്പർ 4 റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഐഡിയ നമ്പർ 5 നോക്കാം. പേപ്പറിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറച്ച് ലൈൻസ് ഇങ്ങനെ വളച്ചൊക്കെ ഇട്ട് വരച്ചു കൊടുക്കുക, കാണുന്ന പോലൊക്കെ. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ട്രയാങ്കിൾസും കൂടെ വരച്ചു കൊടുക്കണം. ഇനി റെക്റ്റാങ്കിൾസ് ഒക്കെ ഒന്ന് ഇഷ്ടമുള്ള ഒരു കളർ ഉപയോഗിച്ച് കളറും കൂടെ ചെയ്തെടുത്താൽ നമ്മുടെ ഐഡിയ നമ്പർ 5 റെഡി ആയിരിക്കുകയാണ്. ഐഡിയ നമ്പർ 6 പേപ്പറിൻ്റെ 4 സൈഡിലും കുറച്ച് തിക്കായിട്ടുള്ള ലൈൻസ് ഇട്ട് കൊടുക്കാം ഇതേപോലെ. ഇനി അതിനകത്ത് കുറച്ച് ലവ്സ് ഇട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ലവ്സിൻ്റെ നടുക്കായിട്ട് ഡോട്ടോ ലൈൻസോ ഇട്ട് കൊടുത്ത് ഐഡിയ നമ്പർ 6 റെഡി ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ഐഡിയ നമ്പർ 7 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് പേപ്പറിൻ്റെ 4 സൈഡിലും ഇതേപോലെ ഒന്ന് വളഞ്ഞ് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇൻഡ്യൂസോ ബട്ടർഫ്ലൈയോ ഫ്ലവറോ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ കുറച്ച് ഡോട്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഐഡിയ നമ്പർ 7 റെഡി ആയിട്ടുണ്ട്. പേപ്പറിൻ്റെ 4 സൈഡിലും ഇതേപോലെ സർക്കിൾസ് വരച്ചിട്ട് അതിനെ ഒരു പ്ലാനറ്റ് ആക്കി മാറ്റണം. ഇനി അത് കളറും കൂടെ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഐഡിയ നമ്പർ 9 അതിനിഷ്ടമുള്ള കളർ എടുക്കുക. പേപ്പറിൻ്റെ 4 സൈഡിലും ഇതേപോലെ വേവ്സ് പോലെ വരച്ചു കൊടുക്കുക. അതിൻ്റെ പുറത്ത് കൂടെ നമ്മൾ ബ്ലാക്ക് പെയിൻ ഉപയോഗിച്ചിട്ട് ലൈൻസ് വീണ്ടും വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ലീവ്സും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ നമ്പർ 9 റെഡിയായി. ഐഡിയ നമ്പർ 10 വീണ്ടും പേപ്പറിൻ്റെ 4 സൈഡിലും വളഞ്ഞ കുറച്ച് വരകൾ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ നമ്പർ 10 റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് പേപ്പറിൻ്റെ 4 സൈഡിലും തിക്കായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കണം. അതിൽ നമുക്ക് കുറച്ച് ക്ലൗഡ്സും കൂടെ വരച്ചെടുത്താൽ നമ്മുടെ നെക്സ്റ്റ് ഐഡിയ സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐഡിയ വളരെ സിമ്പിളാണ്. പേപ്പറിന് ചുറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കട്ടായിട്ട് ലൈൻസും കൂടി ഇട്ട് കൊടുത്താൽ അടുത്ത ഐഡിയ റെഡിയായി. ഐഡിയ നമ്പർ 13 ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക പേപ്പറിൻ്റെ 4 സൈഡിലും. എന്നിട്ട് ആ ലൈൻസിൽ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്ലവർ ആക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ലൈൻസും കൂടി ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് വീണ്ടും ലൈൻസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാം.
സെക്കൻഡ് ലാസ്റ്റ് ഐഡിയ, വീണ്ടും പേപ്പറിൻ്റെ ചുറ്റും ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ലൈൻസിന് ചുറ്റും ഡോട്ട് പോലെ ചെറിയ ചെറിയ ലൈൻസായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം 2 സൈഡിലായിട്ടും. അങ്ങനെ ലാസ്റ്റ് ഐഡിയ ഇതേപോലെ ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറച്ച് ഇടവിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് 4 സൈഡിലും ഗ്രീൻ കളർ ഉപയോഗിച്ച് ലീഫ് പോലെ ആ ലൈൻസ് എല്ലാം ഫുള്ളാകുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഐഡിയയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ മോർ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.